Hello guys, എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിന്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു ടിപ്പുമായിട്ട്, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ട് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് തംബ്നെയിലിൽ മനസ്സിലാവും എന്തായിരിക്കും വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും ഗോൾഡ് മാറ്റിയിട്ട് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ്, അങ്ങനെ ഗോൾഡ് അല്ലാത്ത ജ്വല്ലറി ഐറ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. അപ്പൊ അതിൽ തന്നെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് പറഞ്ഞിട്ട് കുറെ കളക്ഷൻസ് ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ അതിൽ പറ്റുന്ന ഒരു പ്രശ്നം, അതായത് അതിൽ പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്തായിരിക്കും, അത് കുറച്ച് ഡൾ ആവും അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആവും എന്നുള്ളതായിരിക്കും അതിന്റെ പ്രശ്നം. അപ്പൊ അതെങ്ങനെ മാറ്റിയെടുക്കാം, അതിന്റെ സൊല്യൂഷൻ. കാരണം നമ്മൾ വലിയ പൈസയൊക്കെ കൊടുത്തൊരു ജ്വല്ലറി, അത് കമ്മലായിക്കോട്ടെ ചെയിൻ ആയിക്കോട്ടെ എന്താണെങ്കിലും വലിയ പൈസ ഒക്കെ കൊടുത്ത് വാങ്ങിയിട്ട് അത് പെട്ടെന്ന് നമുക്ക് കളർ മങ്ങുക അല്ലെങ്കിൽ നശിച്ചു പോകാന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടമുള്ള കാര്യം. അപ്പൊ ആ കളർ മങ്ങുന്ന പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ, വലിയ സംഭവമൊന്നുമില്ല, ചെറിയ 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം അത് വാച്ച് ചെയ്തിട്ട് നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ്, അതായത് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ കമന്റ്സും തീർച്ചയായിട്ടും അയക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. വെറും 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബ്ലാക്ക് കളർ കമ്മലിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ കളർ, നമ്മുടെ ഇയറിങ്സിന് ഒറിജിനൽ കളർ കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന 2 കാര്യങ്ങളാണ്. അത് 2 കാര്യം കൊണ്ട് നമുക്കത് ശരിയാക്കി എടുക്കാം, കമ്മൽ സൂപ്പറാക്കി എടുക്കാം. ഒരു ബ്രഷ് വേണം, അത് ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറയും. അത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന കിസാൻ ചോട്ടു ഫ്രഷ് ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. തക്കാളി നീര് ആഡ് ചെയ്ത് കൊടുത്താലും പോവായിരിക്കും, അതെനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാനെന്തായാലും ഇതാണ് പരീക്ഷിച്ചത്. അപ്പോൾ ഇത് പരീക്ഷിച്ചപ്പം എനിക്ക് റിസൾട്ട് കിട്ടി, അതുകൊണ്ടാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞ കമ്മലുകൾ ഇതാണ് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലാക്ക്. ഇത് ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ ഈ ഇയറിങ്, പക്ഷെ നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പീകോക്കിന്റെ ഇത് ഞാൻ കുറച്ച് ഇട്ടു, നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. കുറച്ച് സ്റ്റോൺസ് ഒക്കെ പോയി, അത് നമുക്ക് എന്തെങ്കിലും സ്റ്റോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അത് പ്രശ്നമില്ല. ഇതിപ്പോ എന്ന് വെച്ചാൽ നല്ല ബ്ലാക്ക് ആയി. എനിക്കിതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇയറിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു ഇയറിങ്സ് എടുത്ത് കാണിക്കാം. അതിലേക്ക് ഇതിപ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. ഞാൻ ബാക്ക് വശത്ത് ചെയ്യുന്നത്, ഇതാണ് ഫ്രണ്ട് വശത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അത് എല്ലായിടവും ഒന്ന് എന്താ പറയുക, ഒന്ന് തേച്ച് ഇങ്ങനെ പിടിപ്പിച്ച് ആ മുത്തുകളിലെല്ലാം ഉണ്ടാവുമല്ലോ, മുത്തിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് നമുക്കൊരു 5 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ ആയിരിക്കുന്ന കമ്മലുകളെല്ലാം ഞാൻ തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. പിടിപ്പിച്ച് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ എല്ലാത്തിലും ഇങ്ങനെ ടൊമാറ്റോ കെച്ചപ്പ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റിന് ശേഷം, ഒരുപാട് നേരമൊന്നും വെക്കണ്ട, 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഈ ബ്രഷ് കൊണ്ട് തന്നെ വാഷ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് ഉരച്ച് കഴുകുക. ജ്വല്ലറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമം, കാരണം ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് വാങ്ങിക്കുന്നതല്ലേ നമ്മൾ. അപ്പം അതൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കൊരു നല്ല മാറ്റമുണ്ട്, നന്നായിട്ട് മാറുന്നുണ്ട് കളറ്. നമുക്കിതിനെ എന്ത് ചെയ്യാന്ന് വെച്ചാല് വെള്ളത്തിലേക്ക് ഇടാം. അതിനെ വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അതിനെ. ഓക്കെ, കഴുകിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വെള്ള തുണി എടുത്തിട്ട് അതിലേക്ക് വെച്ച് നമുക്ക് അതിനെ ഒപ്പിയെടുക്കാം. കഴുകിയതിന് ശേഷമാണ്, നിങ്ങൾക്ക് തന്നെ വ്യത്യാസം കാണുന്നുണ്ടായിരിക്കും, നന്നായിട്ട് കാണുന്നുണ്ട്, മനസ്സിലാവും. ആ മുത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഷൈനിങ് വന്നിട്ടുണ്ട്, പഴയ പോലെ അല്ല
ഇപ്പോൾ ഇയറിംഗ് ഇരിക്കുന്നത്. നമുക്കിങ്ങനെ വെള്ള തുണിയിലേക്ക് വെച്ചിട്ട് അതിനെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇതാണ് ഇപ്പോഴത്തെ ഇയറിങ്സിൻ്റെ രൂപമാറ്റം. നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ടെടുത്ത് കാണിച്ചു തരാം. മയിലിന് നല്ല മാറ്റമുണ്ട്. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. സൂം ആകുമ്പോൾ അതൊരു ബ്ലറാകുന്നുണ്ട്. ഈ കമ്മല് ഇതെനിക്ക് ഒത്തിരി ഹാപ്പിയായി. കാര്യം ഇതെൻ്റെ ഫേവറേറ്റ് കമ്മലായിരുന്നു. അത് ഭയങ്കര ഡള്ളായിരുന്നു കാണാൻ. ഇപ്പം നല്ല ഭംഗിയുണ്ട്, നല്ല വൈറ്റ് ആയിട്ടുണ്ട്, കാണാൻ തന്നെ ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ ബാക്ക് അടിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ കമ്മലിൻ്റെ നേരത്തെ അവസ്ഥ. ഓക്കെ, മയിലിൻ്റെ കമ്മലായിരുന്നു ഹൈലൈറ്റ്. കാര്യം അത് ഒരുപാട് ബ്ലാക്ക് ആയിരുന്നു, ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇനി എനിക്കിതിൽ കല്ലൊക്കെ ഒട്ടിച്ചാൽ മോഡിഫൈ ചെയ്തെടുക്കാം. ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ചേഞ്ചസ് വരുത്തിയ നിങ്ങൾക്ക് ആ കമ്മല് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതിന് ഒരുപാട് ചേഞ്ച് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ജ്വല്ലറി ഐറ്റംസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇപ്പം എനിക്കിത് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിനെല്ലാം നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പൊ എനിക്ക് വിശ്വാസം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്റെ പുതിയ വീഡിയോസ് ഡെയിലി ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.